Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം തേടി ഫെബ്രുവരി 18 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാനുള്ള അങ്കമാലിയിലെ സമരഭടന്മാർ ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു. GST അടക്കമുള്ള അപാകതകളുടെ ഭാഗമായി ചെറുകിട വ്യാപാര മേഖല ദുരിതക്കയത്തിലായിരിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് 18 വ്യാപാരികൾ പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം നിക്സൺ മാവേലിയുമാണ് അങ്കമാലിയിൽ നിന്ന് മാർച്ചിൽ പങ്കെടുക്കുന്നത്. വ്യാപാര മേഖലകൾ മരുഭൂമിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഈ മരുപ്പച്ച കണ്ട് കടന്നു വരുന്നത് ചെറുകിട കച്ചവടക്കാർ ഉന്മൂലനം ചെയ്യുന്ന വൻകിട കുത്തകകളാണ്. അവർ മുതൽ മുടക്കേണ്ടത് വൻകിട വ്യാപാരങ്ങളിലാണ്, പ്രൊഡക്ഷൻ തരത്തിലേക്കാണ്. പക്ഷേ അവർ നടത്തുന്നത് കഞ്ഞിയും കപ്പയും അല്ലെങ്കിൽ മുളകും മല്ലിയും വെക്കുന്ന കടകളിൽ ഉൽപ്പന്നങ്ങൾ വിറ്റു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖല തുടച്ചു നീക്കപ്പെടും. ഇതിനെതിരെയുള്ള സമര പോരാട്ടത്തിലാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് കേരള വ്യാപാരി വ്യവസായ സമിതി ഐതിഹാസികമായ 2ാമത്തെ പാർലമെന്റ് മാർച്ച് നാളെ നടത്തിയാണ്. GST വലിയൊരു സങ്കീർണ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. GST സാധാരണക്കാരനായ വ്യാപാരികൾക്ക് വലിയൊരു തലവേദന ഉണ്ടാക്കിക്കൊണ്ടാണ് GST നടപ്പാക്കിയിരിക്കുന്നത്. ഒരു രാജ്യം ഒരു ടാക്സ് എന്ന് പറഞ്ഞ് ആരംഭിച്ച GST ഇന്ന് ഒരുപാട് ടാക്സുകൾ പല തരത്തിൽ ഡബിൾ ടാക്സും ട്രിപ്പിൾ ടാക്സും ഒക്കെ ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ 18% GST എന്ന് പറയുമ്പോൾ 9% സ്റ്റേറ്റ് ഗവൺമെന്റിന്, 9% കേന്ദ്ര ഗവൺമെന്റിന്. ഇതെല്ലാം കൂടി വ്യാപാരികളുടെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്ന ഒരു ടാക്സ് വ്യവസ്ഥയായിട്ട് GST മാറിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. ഈ പാർലമെന്റ് മാർച്ച് നടത്തുന്ന ഞങ്ങൾ പോകുന്നതിനോടൊപ്പം തന്നെ അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ വലിയൊരു ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ അങ്കമാലി ഗതാഗതക്കുരുക്കിൽ മുങ്ങിക്കിടക്കുകയാണ്. രാത്രിയും പകലും എന്നോണം ഗതാഗതക്കുരുക്കിൽ അങ്കമാലി നഗരം സ്തംഭിക്കുകയാണ് മണിക്കൂറുകളോളം. ഈ കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ കാര്യം അനുഭവമുള്ളതാണ്. അപ്പൊ അങ്കമാലിക്ക് ഒരു ബൈപ്പാസ് വേണം എന്നുള്ളൊരു ആവശ്യം കൂടി ഞങ്ങൾ ഡൽഹി ചെല്ലുമ്പോൾ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെയും ആ മന്ത്രാലയത്തെയും അതുപോലെ NHAIയുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ആ കാര്യങ്ങളും പറയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സമരഭടന്മാർക്ക് മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യൂത്ത് വിംഗ് പ്രസിഡന്റ് KO ബാസ്റ്റിൻ, ജനറൽ സെക്രട്ടറി സാൻജോ ജോസഫ്, ഭാരവാഹികളായ ജെയിൻ ജോസ്, ശ്യാം ശശികുമാർ, സ്മിജോ മാത്യു, രഞ്ജിത്ത് രവീന്ദ്രൻ, റോജിൻ ദേവസി, മർച്ചന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ചെന്നക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യാത്രയയപ്പ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.